ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൃഷും കൺമണിയും പൊന്നുമേട്ടിലേക്ക് പോകുന്ന വഴി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് നിർത്തുന്നുണ്ട്. കാറിൽ നിന്നും രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. കൃഷ് എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, അല്ല കൺമണി, നമ്മൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ദേവ് സാർ എങ്ങോട്ടോ പോകാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി, അല്ലാതെ എവിടേക്ക് എങ്ങോട്ടോ ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. നീയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല എന്ന് കൃഷ് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, സത്യമായിട്ടും സാറിന് അറിയാവുന്നത്ര കാര്യങ്ങൾ തന്നെ എനിക്കും അറിയൂ. സാർ വീട്ടിൽ പോയിരുന്ന സമയത്ത് ദേവ് സാറിന്റെ ഫോണിലേക്ക് ആരോ വിളിച്ചിരുന്നു. സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ ഇനി പൊന്നുമേട്ടിലായിരിക്കും, അവിടെ ഒരു വീടുണ്ട്, അവിടെ പോയി താമസിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതും കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ ഫോണിലേക്ക് ലൊക്കേഷൻ മാപ്പ് വന്നു. അതു എന്നൊരാളാണ് അയച്ചു തന്നത്. ഇത്രയുള്ളൂ എനിക്ക് നമ്മുടെ യാത്രയെക്കുറിച്ച് അറിയാവുന്നത് എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. വീണ്ടും കൃഷിന് സംശയങ്ങളാണ്. എന്തെങ്കിലും വ്യക്തമായ ഉദ്ദേശമില്ലാതെ ദേവ് സാർ നമ്മളെ പറഞ്ഞയക്കില്ല. പക്ഷെ എന്തോ ഇതിൽ മാത്രം ഒരു സൂചന കിട്ടാതെ പോയി, അതാണ് എനിക്ക് ഇത്ര ഡൗട്ട് എന്ന് കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, എന്തായാലും സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണ്, അത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. കൺമണി, ഞാൻ എന്റെ ഒരു തോന്നല് പറയട്ടെ, ഇത് ദേവ് സാറ് നമുക്ക് വേണ്ടി അറേഞ്ച് തന്ന ഹണിമൂൺ ട്രിപ്പാണ്. അച്ഛൻ ജർമ്മനിയിൽ നിന്ന് വന്നു, എത്രയും പെട്ടെന്ന് തന്നെ എന്റെയും മാനസിയുടെയും കല്യാണം നടത്തുമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്ലാൻ ചെയ്തതാണ് ഈ ഹണിമൂൺ ട്രിപ്പ്. പൊന്മേട് എന്ന് പറയുന്നത് ശാന്തമായ ഒരു സ്ഥലമാണ്. അവിടേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നത് ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ്, അതായത് നമ്മൾ തമ്മിൽ ഒരു ജീവിതം തുടങ്ങാൻ എന്ന് കൃഷി കൺമണിയോട് പറയുമ്പോൾ കൺമണിക്ക് ഇതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീണ്ടും കൃഷി പറയുന്നുണ്ട്, അതേ കൺമണി, ഒരു റിസോർട്ടിൽ സുന്ദരമായി നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. ഇനി നിയന്ത്രണങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് എനിക്ക് നിന്നെ കാണണമെങ്കിൽ ദേവ് സാറിന്റെ പെർമിഷൻ വേണമായിരുന്നു. ഇനി നമ്മളുടെ ഇടയിൽ വിലക്കുകളൊന്നുമില്ല, ദേവ് സാറുമില്ല, എന്റെ വീട്ടുകാരുമില്ല, നമ്മൾ മാത്രം എന്ന് കൃഷി പറയുമ്പോ കൃഷിന്റെ ഫോണിലേക്ക് സുജാത വിളിക്കുന്നുണ്ട്. കൃഷി പറയുന്നുണ്ട്, അമ്മ തന്നെയാണ് വിളിക്കുന്നത്, ഇപ്പൊ ഫോൺ എടുക്കണ്ട എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, സാർ മാഡം അല്ലേ വിളിക്കുന്നത്, ഫോൺ എടുക്ക്, മാഡം എത്ര വിഷമിച്ചിട്ടായിരിക്കും വിളിക്കുന്നത്. സാറും സാഗർ സാറും തമ്മിൽ വഴക്കുണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മാഡം ആയിരിക്കും എന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ഞാനും അച്ഛനും വഴക്കിട്ടതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീയാണ് കൺമണി, അതെനിക്കറിയാം. ജീവിതത്തിൽ ആദ്യമായി എന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ അച്ഛന്റെ കൈ തടഞ്ഞു. അങ്ങനെ തടയാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്റെ ഭാഗം അച്ഛൻ കേൾക്കാൻ തയ്യാറായില്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു. എന്നോടുള്ള ഇഷ്ടവും മാനസികയോടുള്ള ദേഷ്യവും എല്ലാം എനിക്ക് അപ്പോൾ കൈവിട്ടുപോയി. അച്ഛൻ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് എന്റെ ഇഷ്ടം മനസ്സിലാക്കിയില്ല. എനിക്ക് അലികയും വേണ്ട, എംഡി സ്ഥാനവും വേണ്ട, എനിക്ക് നീ മാത്രം മതി. ഇത് വലിയ ആവേശത്തോടുകൂടി പറയുന്നതൊന്നുമല്ല. ഇപ്പൊ എന്റെ ലോകവും ജീവിതവും ഒക്കെ നീയാണ്. ഞാനില്ലാതെ നിനക്ക് പറ്റുമെന്നറിയില്ല, പക്ഷെ നീയില്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ കൂടെ നീ എന്നും കൂടെയുണ്ടെങ്കിൽ എനിക്ക് വീട് പോലും വേണ്ട, ആകാശത്തിന്റെ ഈ മേൽക്കൂര മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കഴിയാം. നിനക്ക് വേണ്ടി മാത്രമാണ് കൺമണി ഇപ്പോൾ എന്റെ ജീവിതം. ഈ അങ്ങോട്ടുള്ള ജീവിതവും അങ്ങനെ തന്നെയാണ് എന്ന് കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, കുഞ്ഞുനാള് മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്ക് കരച്ചില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും അറിഞ്ഞില്ല ഇത്രയും സ്നേഹമുള്ള ഒരാള് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. എന്തായാലും സാർ, എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കൺമണി കരഞ്ഞുകൊണ്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും സുജാത കൃഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കൺമണി പറയുന്നുണ്ട്, സാർ ഫോൺ എടുക്കെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഫോൺ എടുത്താൽ കരഞ്ഞു പോകും കൺമണി, കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ സംസാരിക്കാം സാർ മേഡത്തിനോട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ ഫോൺ വാങ്ങി ഹലോ എന്ന് പറയുമ്പോഴേക്കും കോള് കട്ടാവുകയാണ്. കൃഷി അപ്പൊ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി ഒന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് നമുക്ക് അമ്മയെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോ കൺമണി പറയുന്നുണ്ട്, സാർ ഇനിയിപ്പോ ഞാൻ ഫോൺ എടുത്തത് കൊണ്ടാണോ മേഡം കട്ട് ചെയ്തത്? ഞാൻ കാരണം ഇപ്പൊ തന്നെ സാറിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായി എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, കൺമണി, നീ കാരണം കൊണ്ടൊന്നുമല്ല പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നിന്റെ പ്രശ്നം എന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ നമ്മുടെ ജീവിതം, ആ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ രണ്ടുപേരെയും അത് ബാധിക്കും. നീ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി കുലുങ്ങിയാലും ശരി, ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്ന് കൃഷി പറയുമ്പോ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവാണ്. കൺമണി അപ്പോ കൃഷി ചോദിക്കാതെ തന്നെ കൃഷിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. കൃഷി അപ്പൊ പറയുന്നുണ്ട്, കൺമണി, ആദ്യമായിട്ടാണ് നീ എനിക്ക് ചോദിക്കാതെ നീയൊരു മുദ്ദുകവ് തരുന്നത്. ഇങ്ങോട്ട് കിട്ടിയത് എന്തായാലും തിരിച്ച് അതേപോലെ കൊടുക്കണമെന്നാണ് എന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ കവളിൽ തിരിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, ഇപ്പോ ആ ഡ്രൈവിങ്ങിന്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി ഇനിയുള്ള 60 കിലോമീറ്റർ പൊന്നുമേട്ടിലേക്ക് ഓടാനുള്ള ഇന്ധനം ഈ മുദ്ദുകവിൽ നിന്ന് എനിക്ക്
കിട്ടിയിട്ടുണ്ട്. ദേസാറെ, എല്ലാത്തിനും നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ സ്വപ്ന സുന്ദരമായ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. വീണ്ടും സുജാത കൃഷിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഫോണിൽ വിളിച്ചിട്ട് കൃഷിനെ കിട്ടാതെ വരികയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹേമ വരുന്നുണ്ട്. എന്താ സുജാത, കൃഷിനെ വിളിച്ച് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ സുജാത പറയുന്നുണ്ട് ഇല്ല, കൃഷി കോൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് ഇങ്ങനെ ഫോൺ എടുക്കാനാണ്, കൂടെ ഒരു പെണ്ണല്ലേ ഉള്ളത്, അവൻ ഒരു മായാലോകത്താണ്, അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന് പറയുമ്പോ സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സുജാത പറയുന്നുണ്ട് ഹേമേ, അവനിപ്പോ ഒരു തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്, അച്ഛനും അമ്മയും അവനെ പ്രിയപ്പെട്ടവര് തന്നെയാണ് എന്ന് സുജാത പറയുമ്പോ ഹേമ പറയുന്നുണ്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, എന്നോട് ഈ ദേഷ്യപ്പെടുന്നത് ആ കൺമണിയോട് നിങ്ങൾ കാണിക്കേ എന്നൊക്കെ ഹേമ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നുണ്ട്. ആന്റിയമ്മ പറയുന്നുണ്ട് എന്താണ് ഇവിടെ, നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കേ, മാനസമോൾ റൂമിൽ അവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതും കേട്ടുകൊണ്ട് അവൾ ഇനി വരണ്ട. പിന്നെ ഒരു കാര്യം ഹേമേ, സുജാത ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പ് തന്നോ മാനസമോളെ കൃഷി വിവാഹം ചെയ്യുമെന്ന്, അതിലിനി ഒരു മാറ്റവുമില്ല എന്ന് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് കൃഷി വിവാഹ നിശ്ചയം നടത്തിയ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചിരിക്കും, മാനസ തന്നെയായിരിക്കും ഞങ്ങളുടെ മരുമോള്, അത് ഉറപ്പാണ്, ഇപ്പോ അത് നടത്തേണ്ടത് എന്റെ ഒരു വാശി കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സുജാത പോകുന്നുണ്ട്. പിന്നീട് സാഗർ അലിഗയിൽ എത്തുന്നുണ്ട്. ദേസാറിനോടും മഹിയോടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് സാഗർ പറയുന്നുണ്ട് പറയുന്നത് കൊണ്ടൊന്നും ദേവ്ജിക്ക് തോന്നരുത്, ഇനിയിപ്പോ തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല, കൃഷ്ണനും കൺമണിക്കും എല്ലാത്തിനും വളം വെച്ചു കൊടുത്തത് ദേവ്ജിയാണ്, ശാസിക്കേണ്ടിടത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് ദേവ്ജി ചെയ്തത്, ഞാനില്ലാത്ത സമയത്ത് ഓഫീസ് കാര്യങ്ങളായിരുന്നു അവൻ ശ്രദ്ധിക്കേണ്ടത്, പക്ഷെ ഞാനില്ലാതെ വന്നപ്പോൾ അവനെ ഒരു വെക്കേഷൻ ടൈം പോലെയായിരുന്നു, തോന്നിയതുപോലെ കൂത്താടി നടക്കാണ്, എല്ലാത്തിനും ദേവ്ജിയുടെ ഒരു നോട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അവൻ വിവാഹ നിശ്ചയം ചെയ്ത പെണ്ണ് വീട്ടിലുണ്ട്, എന്നിട്ടിപ്പോ അവൻ കൺമണിയുടെ കൂടെ കറങ്ങി നടക്കുകയാണ്, അവരുടെ പ്രായത്തിലുള്ള ഒരു ആണിനെയും പെണ്ണിനെയും ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ദേവ്ജിക്കും അറിയാവുന്നതല്ലേ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൻ ചെയർമാൻ ആയിക്കോട്ടെ, ഒരു MD കൂടെ കണ്ടെത്തി നിങ്ങൾ ഇനി അലികയെ കൊണ്ടുപോയാൽ മതി, ഇത്രയും കാലം നല്ല രീതിയിലാണ് അലിക നടന്നുപോയത്, ഇനി അത് താഴോട്ടേക്ക് പോയാൽ എനിക്ക് അതൊന്നും കാണാൻ വയ്യ, ഞാനിത് വിടാം, അവൻ എന്താച്ചാ ചെയ്തോട്ടെ എന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് സാഗർ പറഞ്ഞു കഴിഞ്ഞോ, ഇനി ഞാൻ പറയട്ടെ, കൺമണിയും കൃഷിയും പൊന്നുമേട്ടിലേക്ക് പോയത് അലികയ്ക്ക് വേണ്ടിയാണ്, സാഗർ പറഞ്ഞ പോലെ അലികയെ താഴ്ത്താനല്ല, ആകാശത്തോളം ഉയരത്തിലെത്തിക്കാൻ, അതെന്താണെന്നുള്ളത് സാഗർ വേഗാതെ അറിയും, സാഗർ തന്നെ നല്ല വാക്കുകൾ വിളിച്ച് എന്നെ പറയും ചെയ്തു, പിന്നെ ഞാൻ വളം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ഇത് 100% സത്യം തന്നെയാണ്, അത് ഞാൻ അവർക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്, പ്രായപൂർത്തിയായവരാണ് അവർ, അവർക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, നിയമം അങ്ങനെയാണ്, പിന്നെ കൃഷിന്റെ കൂടെ പോയത് കൺമണിയാണ്, ജീവിതാനുഭവങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ഉള്ള ഒരു പെൺകുട്ടിയാണ് അവൾ, ലക്ഷങ്ങൾ കൊടുത്തിട്ടും അത് വാങ്ങാത്ത പെൺകുട്ടിയാണ് കൺമണി, അവൾക്കറിയാം അവൾ എവിടെ നിൽക്കണമെന്നും അവൾക്ക് ഒരാളെ എവിടെ നിർത്തണമെന്നും എങ്ങനെ നിർത്തണമെന്നും ഇന്ന് ദേവ്ജി പറയുമ്പോ സാഗർ പറയുന്നുണ്ട് കൺമണിയെ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് മാനസയും, കൃഷിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്, അതുകൊണ്ട് കൺമണി മനസ്സിലാക്കണമായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്, കൃഷി എടുത്തുചാട്ടം കാണിക്കുമ്പോൾ കൺമണി വേണമായിരുന്നു അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ എന്ന് സാഗർ പറയുന്ന സമയത്ത് ദേവ്ജി ചോദിക്കുന്നുണ്ട് സാഗർ എന്ത് എടുത്തുചാട്ടമാണ് കൃഷി ചെയ്തത് എന്ന് ദേവ്ജി ചോദിക്കുമ്പോ സാഗർ ആകെ തപ്പിത്തടയുന്നുണ്ട്. പിന്നീട് ദേവ്ജി വീണ്ടും പറയുന്നുണ്ട് കൃഷി പറയണം അവൻ ആരെ വിവാഹം കഴിക്കണമെന്ന്, കൺമണിക്ക് ആര് വേണമെന്ന് കൺമണിയും തീരുമാനിക്കണം, അവര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അതിന്റെ ഇടയിൽ പിന്നെ ആരിടപെട്ടിട്ടും കാര്യമില്ല, മാനസിയുടെ കുടുംബത്തോട് സാഗറിന് കമ്മിറ്റ്മെന്റ്സ് കാണും, പക്ഷേ കൃഷിന് കൺമണിയോടാണ് കമ്മിറ്റ്മെന്റ്സ്, സാഗറെ വളരെ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ, എന്നെ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, സാഗർ ഒരു അച്ഛനാണ്, ആ അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഞാനൊരു കാര്യം പറയാം, സാഗർ ഇന്ന് പറഞ്ഞതൊക്കെ നാളെ മാറ്റി പറയും, പിന്നെ അവരെവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ അങ്ങോട്ട് പോവുകയോ വിളിച്ച് പ്രശ്നമുണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എന്തിനു വേണ്ടി അവരങ്ങോട്ട് പോയി എന്നറിഞ്ഞിട്ട് വേണം പ്രശ്നമുണ്ടാക്കാൻ എന്ന് ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്. പിന്നീട് അമ്മായിമാര് 3 പേരും വരുൺ വീട്ടിൽ വന്ന് കയറി താമസിക്കുന്നതിന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. കൺമണിയും ക്രിഷ് സാറും പൊന്നുമേട്ടിലേക്കാണല്ലോ പോയിരിക്കുന്നത്, കൺമണിയെ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പറയണം, എന്നിട്ട് ആ വരുണിനെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുൺ വരുന്നുണ്ട്. വരുൺ അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട് അമ്മായിമാരെ എന്നെ എങ്ങനെ പുറത്താക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, നിങ്ങളൊക്കെ സ്നേഹിച്ച് തലയിൽ കയറ്റി വെക്കുന്ന കൺമണി ഉണ്ടല്ലോ, അവളൊരു വില്ലത്തിയാണ്, ഒരു ഭാഗത്ത് കൺമണി ഒരു ഭാഗത്ത് ആ ധനലക്ഷ്മി, നിങ്ങൾ അവരുടെ കൂടെയൊന്നും അല്ല നിൽക്കേണ്ടത്, എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, കൃഷി എന്തായാലും കൺമണിയെ വിവാഹം ചെയ്യാൻ പോകുന്നില്ല, കാരണം മാനസയും മാനസയുടെ വീട്ടുകാരും അതിന് സമ്മതിക്കില്ല, അപ്പൊ പിന്നെ കൺമണിയെ കെട്ടാൻ പോകുന്നത് ഞാൻ തന്നെയാണ്, എന്റെ കൂടെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക്
കാര്യമായ ഗുണങ്ങൾ ഉണ്ടാവും. അവളെ എനിക്ക് കെട്ടിച്ചു തരാൻ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് കാര്യമായ നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി, അവൾക്കെതിരെയുള്ള ഒരു വജ്രായുധം എന്റെ കയ്യിലുണ്ട്. കൺമണിയുടെ അച്ഛൻ അതറിഞ്ഞാൽ അറ്റാക്ക് വന്ന് മരിക്കും. എനിക്കിത്രേ പറയാനുള്ളൂ. കൺമണിയെ എനിക്ക് കെട്ടിച്ചു തരാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ പിന്നെ എന്നെ സഹായിച്ചാൽ വേറെ ലെവലാവും എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുണിന് ജ്യൂസുമായിട്ട് എത്തുന്നുണ്ട്. ജ്യൂസ് കൊടുക്കുന്ന ധനലക്ഷ്മിയോട് വരുൺ പറയുന്നുണ്ട്, എന്റെ കൈക്ക് വരിയാത്തതല്ലേ ജ്യൂസ് ഇങ്ങോട്ട് പിടിച്ചതാ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, നിന്റെ വേലക്കാരിയൊന്നുമല്ല ഞാൻ, അത് ഓർമ്മ വേണം എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്റെ വേലക്കാരിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എന്നെ പിരിച്ചു വിട്ടേനെ, ചവിട്ടി പുറത്തിയാക്കിയേനെ, മര്യാദയ്ക്ക് ജ്യൂസ് ഇങ്ങോട്ട് നീട്ടി തായോ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി വരുണിന് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് മാനസ ആന്റിയമ്മയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആന്റിയമ്മയോട് പറയുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ് കൃഷിയും കൺമണിയും പൊന്നുമേട്ടിലേക്ക് പോയിരിക്കുന്നത്? ഈ കുടുംബത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുവോ? നമ്മളിപ്പോ ആരായി? ഒരു കടുകുമണിയുടെ വില പോലും ആ കൃഷി നമുക്ക് തരുന്നുണ്ടോ? എന്റെ അച്ഛനും അമ്മയും കുറച്ച് മര്യാദക്കാരായതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ആലോചിച്ചു വണ്ടിയെടുത്ത് അവരുടെ പുറകെ വിട്ടാലോ എന്ന്. പിന്നെ വേണ്ടാന്ന് വെച്ചു. അവനിഞ്ഞി എന്റെ വിരലിലിട്ട ഈ മോതിരം എനിക്ക് വേണ്ട, ഞാനിത് വലിച്ചെറിയാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അത് ഊരുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, മോളെ നീ ഇതെന്താ കാണിക്കുന്നത്? നീ അത് ആ വിരലിൽ തന്നെ ഇട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും മോളെ എന്ന് ആന്റിയമ്മ പറയുമ്പോ മാനസ പറയുന്നുണ്ട്, എനിക്ക് സങ്കടമല്ല, ദേഷ്യാണ്, പകയാണ് ഇപ്പോൾ അവരോട്. ആ ദേവ്ജിയാണ് ഇതിനെല്ലാത്തിനും കാരണം. സാഗർ സാറ് ദേവ്ജിയോട് ചോദിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ഒരു വിവരം ഇല്ലല്ലോ എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, സാഗർ പോയി വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് ആന്റിയമ്മ പറയുന്നുണ്ട്. വീണ്ടും മാനസ ചോദിക്കുന്നുണ്ട്, ആന്റിയമ്മേ അവര് രണ്ടുപേരും ഒരു മുറിയിലായിരിക്കോ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആന്റിയമ്മ മാനസയെ സമാധാനപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മോളെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ആ കൺമണിയല്ലേ ആൾ, അവൾ കൃഷിനെ വശീകരിച്ച് വശത്താക്കും, അതെനിക്ക് ഉറപ്പായെന്ന് മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.